So, hi guys, welcome back to the Rangan Clam. നിങ്ങളുടെ ഫസ്റ്റ് ടൈം ആണെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. മെത്തഡ് ആക്ടിങ് വേഴ്സസ് ക്ലാസിക്കൽ ആക്ടിങ് ഓർ നാച്ചുറൽ ആക്ടിങ്. സോ വിച്ച് ഇസ് ബെറ്റർ? ബിഫോർ ദാറ്റ് നമുക്ക് അതിനെ കുറച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് അനലൈസ് ചെയ്യാം. ഐ വിൽ ടീച്ച് യു. ക്ലാസിക്കൽ ആക്ടിങ് ഡയറക്ടർ ഏലിയ ഹസൻ്റെ വേർഡ്സ് എടുക്കുകയാണെങ്കിൽ നാച്ചുറൽ ആക്ടിങ് ആക്ച്വലി ഒരു എക്സ്റ്റേണൽ ഇമിറ്റേഷൻ ആണ്. മീൻസ് ഒരു ക്യാരക്ടറിൻ്റെ ജസ്റ്റ് ഒരു ഇമിറ്റേഷൻ മാത്രമാണ്, ഒരു ഇമിറ്റേഷൻ മാത്രമാണ് നാച്ചുറൽ ആക്ടിങ്. അതേസമയം മെത്തേഡ് ആക്ടിങ് എന്ന് പറയുന്നത് ആക്ട് ചെയ്യുന്ന ക്യാരക്ടറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ഈ വേൾഡിനെ കാണുന്നു. മീൻസ് വി സീ ത്രൂ ദാറ്റ് ക്യാരക്ടേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ, ലൈക്ക് ഹൗ ഹി തിങ്സ്, ആൻഡ് നമ്മൾ ആ ക്യാരക്ടറിൻ്റെ ആ മൈൻഡ് സ്പേസിലേക്ക് വി ആർ എൻ്ററിങ് ഇൻ ടു ഇറ്റ്. അങ്ങനത്തെ ഒരു ആക്ടിങ് സ്റ്റൈലിനാണ് നമ്മൾ മെത്തേഡ് ആക്ടിങ് എന്ന് പറയാം. പിന്നെ നാച്ചുറൽ ആക്ടിങ്ങിന് സംടൈംസ് പീപ്പിൾ സേ ദാറ്റ് ഇറ്റ്സ് യു ഹാവ് ടു ബി എ ചൈൽഡ്. നമ്മളൊരു കുട്ടി പോലെ ആയിരിക്കണം ശരിക്കും അഭിനയിക്കേണ്ടത്. മീൻസ് ചെറിയ ചെറിയ ന്യൂവാൻസസും കാര്യങ്ങളും നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യണം ആക്ച്വലി. മീൻസ് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, മീൻസ് ഒരു കുട്ടി എന്ന് പറയുമ്പോൾ ആൾ ഭയങ്കര എക്സ്പ്രസീവാണ്. ലൈക്ക് കരച്ചിലാണെങ്കിലും ആളൊരു ദേഷ്യം വന്നാലും നമ്മളോട് ഇത്തിരി പണക്കുണ്ടെങ്കിൽ തന്നെ ആളുടെ മുഖത്ത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെയാണ് നാച്ചുറൽ ആക്ടിങ്. യു ഹാവ് ടു ഷോ എവറിത്തിങ്. സോ കുട്ടി എന്ന് പറയുമ്പോഴാണ് നാച്ചുറൽ ആക്ടിങ്ങിൻ്റെ വൺ ഓഫ് ദ എക്സാമ്പിൾ. ഐ വിൽ ഷോ യു വൺ വീഡിയോ ഓഫ് എ കിഡ് ഷോയിങ് ഓഫ് ഹിസ് ടാലൻറ്റ്. സോ ഒന്ന് കണ്ടോക്കൂ. The government is bigger than you are, Elliot, and I have all the authority to take him, and I gotta tell you, I'm gonna take him. You can't take him. Well, I'm afraid I have to, son. You can't take him away, he's mine! But it's not my choice. The president asked me to come here and get him. I don't care what the president says, he's my best friend! And you can't take him away! Well, it's real possible, Elliot, that... So sometimes natural acting looks like method acting and method acting looks like natural acting. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ നാച്ചുറൽ ആക്ടിങ്ങിൽ ആ ക്യാരക്ടറിൻ്റെ ഓരോരോ ഡീറ്റെയിൽസും ഓരോ മൂവ്മെൻ്റ് ആയാലും ചെറിയ ചെറിയ മൂവ്മെൻറ്റുകളാണെങ്കിലും എക്സ്പ്രഷൻസ് ആണെങ്കിലും നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യണം. നമ്മൾ കണ്ടിന്യൂസ് മൈൻഡിൽ അതിനൊന്ന് പോളിഷ് ചെയ്തെടുക്കുകയാണ്. പക്ഷെ അതേസമയം മെത്തേഡ് ആക്ടിങ്ങിൽ നമ്മൾ ആ ക്യാരക്ടറാണ്, നമ്മൾ ആ വ്യക്തിയാണ്. സോ യു ഡോണ്ട് നീഡ് ടു ഡു ദാറ്റ്. സോ അത് ഭയങ്കര നാച്ചുറലായിട്ട് തന്നെ ഫീൽ ചെയ്യും. പക്ഷെ അതേസമയം നാച്ചുറൽ ആക്ടിങ്ങിൽ നമ്മളെല്ലാം ഇങ്ങനെ പറക്കി എടുക്കുകയാണ്. സോ ഇറ്റ് ഫീൽസ് ലൈക്ക് എ മെത്തേഡ് ആക്ടിങ്. ഇതിന് വൺ ഓഫ് ദ എക്സാമ്പിൾ ആയിട്ടുള്ള ലെജൻഡറി മെത്തേഡ് ആക്ടറിൻ്റെ കിങ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം, ഡാനിയൽ ഡേ ലൂയിസ്. Backslide. I will never backslide. I was lost, but now I am found. I was lost, but now I'm found. I have abandoned my child. Say it. Say it. Abandoned my child. Say it louder. Say it louder. I've abandoned my child. I've abandoned my child. I've abandoned my boy. Beg for the blood. Give me the blood, Eli. Let me get out of here. Give me the blood, Lord, and let me get away. Do you accept Jesus Christ as your Lord and Savior? Yes, I do. സോ ഇങ്ങനെയാണ് ഒരു മൂവിക്ക് വേണ്ടി 5 years 6 years ഒക്കെ മെത്തേഡ് ആക്ടിങ്ങിന് വേണ്ടിയിട്ട് വേസ്റ്റ് ചെയ്യുന്നൊരു ടൈപ്പ് ഒരാളാണ്. വേസ്റ്റ് ചെയ്യാന്നല്ല, പക്കായി യൂസ് ചെയ്യുന്നുണ്ട്. ആൾക്കതിനുള്ള അവാർഡ്സ് കാര്യങ്ങൾ കിട്ടുന്നൊക്കെ ഉണ്ട്, കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. സോ ആളുടെ മെത്തേഡ് ആക്ടിങ് കണ്ടാൽ നമ്മൾ പക്ക നാച്ചുറൽ ആയിട്ട് തന്നെ ഫീൽ ചെയ്യുള്ളൂ. സോ ഇന്ത്യയിലെ ഫസ്റ്റ് മെത്തേഡ് ആക്ടർ ദിലീപ് കുമാർ സാറാണ്. സോ അതിനുശേഷം വന്നിട്ടുള്ള ജനറേഷനാണ് അമിതാഭ് ബച്ചൻ സാർ, കമൽ ഹാസൻ, മമ്മൂട്ടി, അങ്ങനെയാണ്. സോ ആൾക്കും ആളുടേതായ ഒരു സ്റ്റൈലുണ്ട്. എവറി മെത്തേഡ് ആക്ടിങ് സ്റ്റൈൽ ഇസ് ഡിഫറെൻറ്റ്. സോ അതിന് തന്നെ കുറേ വേർഷൻസ് ഉണ്ട്. സോ അതിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. നമ്മൾ ഇന്ന് കണ്ടിരിക്കുന്ന മെത്തേഡ് ആക്ടിങ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ ടെക്നിക്കാണ്. സോ അത് ആക്ച്വലി ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തതല്ല. സോ അത് 1931 ന്യൂയോർക്കിൽ ഉണ്ടായിരുന്ന ഒരു തിയേറ്ററിക്കൽ ഡയറക്ടറായിട്ടുള്ള ലീ സ്റ്റാൻബർഗ് ക്രിയേറ്റ് ചെയ്തൊരു ടെക്നിക്കാണ്. മീൻസ് ഒരു ക്യാരക്ടറിൻ്റെ ആ സൈക്കോളജിക്കലായിട്ടുള്ള ഒരു ഇതിൽ നമ്മൾ കണക്റ്റായിട്ട് അതിന് ശേഷം ആക്ട് ചെയ്യുന്നു. ഈ ടെക്നിക്ക് അവരുടെ തിയേറ്ററിൽ നിന്ന് തന്നെയാണ്. തിയേറ്റർ എന്ന് ഞാൻ പറയുന്നത് നാടകം പോലെയാണ്. ഓക്കെ, തിയേറ്റർ എന്തോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തിയേറ്റർ അല്ല.
സോ ആ തിയേറ്ററിൽ നിന്ന് ഫേമസ് ആയിട്ടുള്ള ടെക്നിക്കാണ് അത്, സൈക്കോളജിക്കലായിട്ടുള്ള. പിന്നെ മെത്തേഡ് ആക്ടിങ്ങിൽ സൈക്കോളജിക്കൽ മാത്രമായിട്ടല്ല, ഇതിൽ തന്നെ കുറേ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. ഇതിന് ഒരു കുറച്ച് എക്സാമ്പിൾസ് പറയാമെന്ന്: ഫിസിക്കലൈസേഷൻ, സബ്സ്റ്റിറ്റേഷൻ, മെമ്മറി സെൻസ്, എഫക്റ്റീവ് മെമ്മറി. എക്സാമ്പിൾ, ഫിസിക്കലൈസേഷൻ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ആക്ടിങ്ങിന് വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു ടൈപ്പ് ടെക്നിക്കാണ് ആക്ച്വലി. മീൻസ് നമ്മൾ ആ സെറ്റിൽ നിന്ന് നമ്മൾ ആ ക്യാരക്ടറായിട്ട് കണക്റ്റ് ആവുന്നതാണ് ആക്ച്വലി. ഇതിന് എക്സാമ്പിൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ ആക്ടിങ്ങിന് കുറച്ച് നേരം മുമ്പ് നമ്മൾ ആ സറൗണ്ടിങ്ങിലുള്ള എന്തെങ്കിലും ഐറ്റംസ് യൂസ് ചെയ്ത് നമ്മൾ ആ ക്യാരക്ടറായിട്ട് കണക്റ്റ് ആവാണ്. ഇതിന് വൺ ഓഫ് ദി ഗ്രേറ്റ് എക്സാമ്പിളാണ് സ്റ്റാൻലി കുബ്രിക്ക് 1980 ഡയറക്റ്റ് ചെയ്ത ഷൈനിങ് എന്ന് പറഞ്ഞ മൂവി. സോ ജോൺ നിക്കൾസൺ ഷൈനിങ്ങിലത്തെ മെയിൻ ക്യാരക്ടറായിട്ടുള്ള ആള്. സോ ആളുടെ അതിലൊരു ഐക്കോണിക് സീൻ ഉണ്ട്, ഡോറ് വെട്ടിപ്പൊളിക്കുന്ന സീൻ. സോ അത് നമ്മുടെ ആവേശം സിനിമയിൽ ഇൻസ്പയർ ചെയ്ത് യൂസ് ചെയ്തിട്ടുണ്ട്. സോ ആ ഐക്കോണിക് സീൻ ഷൂട്ട് ചെയ്യുന്നതിന് കുറച്ച് ടൈം മുമ്പ് ആള് ഫിസിക്കലൈസേഷൻ മെത്തേഡ് ചെയ്യുന്ന ഒരു ബിഹൈൻഡ് ദ സീൻ ഫോട്ടേജ് ഉണ്ട്. സോ കണ്ടുനോക്കൂ. എൻഡ് ഓഫ് ദ ഡേ ഞാൻ ആക്ച്വലി പ്രിഫർ ചെയ്യുന്നത് നാച്ചുറൽ ആക്ടിങ് ആണ്. എൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ 5 years നമ്മുടെ ടൈമാണ് പോകുന്നത്. ടൈം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഇത്രയും ടൈം ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ ആക്ട് ചെയ്താലും, നമ്മൾ നാച്ചുറലായിട്ട് ആക്ട് ചെയ്താലും ദ റിസൾട്ട് വിൽ ബി സെയിം. സോ പിന്നെ മെത്തേഡ് ആക്ടിങ് തന്നെ ചെയ്യണമെന്ന് ഞാൻ പറയില്ല. ബിക്കോസ് ഇറ്റ് കംസ് വിത്ത് റിസ്ക്. മീൻസ് നമ്മുടെ ലൗഡ് വൺസിനടുത്തോ അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ടവരുടെ അടുത്തോ അല്ലെങ്കിൽ നമ്മുടെ സെൽഫ് ലൈഫിലോ ഇത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. അതിന് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് എക്സാമ്പിളാണ് ഹീത്ത് ലെഡ്ജർ. Good evening, ladies and gentlemen. We are tonight's entertainment. I only have one question. Where is Harvey Dent? സോ ആൾക്ക് എന്താ സംഭവിച്ചെന്ന് വി ഓൾറെഡി നോ. അതുപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് പറയാം മെത്തേഡ് ആക്ടർ എന്ന് പറയുന്നത് രഘുവരൻ സാറാണ്. സോ ആളുടെ വൈഫിൻ്റെ ഒരു പണ്ടത്തെ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ കണ്ടിരുന്നു. ലൈക്ക് ആള് ആ ക്യാരക്ടറായിട്ടാണ് വീട്ടിലോട്ട് വരിക. ഇവരുടെ അടുത്ത് ഷൗട്ട് കാര്യങ്ങളൊക്കെ ചെയ്യും ചില സമയത്ത്, ബിക്കോസ് ഈസ് ദ ക്യാരക്ടർ. സോ നമുക്ക് ഇഷ്ടപ്പെടുന്നവരുടെ അടുത്തും നമ്മുടെ സ്വന്തം ലൈഫിലും ഇത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. പിന്നെ ടൈം ഒരിക്കലും നമുക്ക് റിട്ടേൺ കിട്ടത്തുമില്ല. സോ ഐ പ്രിഫർ നാച്ചുറൽ ആക്ടിങ് എബവ് മെത്തേഡ് ആക്ടിങ്. നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് അറിയുന്നുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ഡൗൺ. ഐ വിൽ മേക്ക് എ വീഡിയോ ഓഫ് ഇറ്റ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. You don't have to act. You have got to do something much harder than that. You have got to believe that you are this person and you've got to become this person.